സ്വർഗത്തിലിപ്പോൾ പരമാവധി നമ്മൾ വിചാരിക്കുന്നത് തിന്നാൻ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. അതിലുണ്ട് മുന്തിരിത്തോട്ടം റുമ്മാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാനാ. സ്വർഗത്തെ പറ്റിയിട്ടുള്ള നമ്മളെ വിചാരം തിന്നാൻ ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ്. പക്ഷേ ഈ തീറ്റക്കൊരു പ്രശ്നമുണ്ട്. ലാവിഷായാലും രസം ഉണ്ടാവില്ല. ലാവിഷായാലും രസം ഉണ്ടാവില്ലല്ലോ. എന്നും ചിക്കൻ തന്നെയാണെങ്കിൽ എവിടെയെങ്കിലും ചെന്നാൽ നമുക്ക് ചിക്കൻ വേണ്ട അറിയും. എന്നും മീൻ തന്നെയാണെങ്കിലോ മീൻ വേണ്ട അറിയും. എന്നും ബിരിയാണി ആയാലോ ഒരു നാടൻ ചോറ് കിട്ടിയത് തിന്നായിരുന്നു പറയും. സ്വർഗത്തിൽ എല്ലാതും എപ്പോഴും ഉണ്ട്. അതിനാൽ തുടക്കത്തിലൊക്കെ കുറച്ച് രസം ഉണ്ടാവുന്നുള്ളൂ, പിന്നെ രസമില്ലാതാവും. സ്വർഗത്തിലെ രസം എന്ന് പറയുന്നത് ശരിക്കും അതൊന്നുമല്ല. അപ്പോൾ സ്വർഗം നമുക്ക് മനസ്സിലായി എന്ന് തോന്നുന്നുണ്ടെങ്കിലും മനസ്സിലാകുന്നില്ല എന്നാണ്. സ്വർഗത്തിൻ്റെ രസം പഴയത് മറക്കലാണ് രസം. കൂട്ടത്ത് പറയാനേ ഉള്ളൂ. സ്വർഗത്തിൻ്റെ രസം എന്ന് പറഞ്ഞാൽ പഴയത് മറക്കുന്നു എന്നതാണ് സ്വർഗത്തിൻ്റെ രസം. ഒരാൾ, അയാൾക്ക് ഭാര്യ ഉണ്ടായിരുന്നു, 2 മക്കളും ഉണ്ടായിരുന്നു. അയാളെ 2 മക്കളും ആക്സിഡൻറ്റിൽ മരിച്ചു. ഇന്നലെ ഞാൻ പരിപാടിക്ക് ചെന്ന സ്ഥലത്ത് ഭക്ഷണത്തിന് കൊണ്ടുപോയി ഒരാൾ. അയാൾക്ക് 3 മക്കളാണ്, 2 കുട്ടികൾ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മംഗലാപുരത്താണ്. നമ്മൾ ഉസ്താദുമാരൊക്കെ ചെല്ലുന്ന സമയത്ത് അയാളെ വീട്ടിലാണ് താമസിക്കാറുള്ളത്. ഭക്ഷണം കഴിക്കലും എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീടാണ്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഒരാൾക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, ഭാര്യയുണ്ട്. അയാളുടെ 2 കുട്ടികൾ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അയാളുടെ ഭാര്യ ക്യാൻസറായിട്ടും മരിച്ചു. പിന്നെ ആകെ മൂപ്പരിങ്ങനെ ഒറ്റക്കിങ്ങനെ ജീവിച്ചു. ഒരു ദിവസം ഇടിയട്ടിങ്ങാണ്ട് മൂപ്പരും മരിച്ചു. അങ്ങനെ അയാൾ സ്വർഗത്തിലെത്തി. സ്വർഗത്തിലെത്തിയതിന് ശേഷം അള്ളാഹു ചോദിക്കും, എന്താ വർത്താനം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അൽഹംദുലില്ലാ റാഹത്താണ്. അല്ല എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലാതെ ചങ്ങായി എൻ്റെ കുട്ടികൾ 2 പിന്നെ വണ്ടിയിട്ട് മരിച്ചതല്ലേ. തന്നെ ഓനോ ഓർമ്മ ഉണ്ടാവില്ല. അതാ രസം. സ്വർഗത്തിൻ്റെ രസം എന്നത് കഴിഞ്ഞത് മറക്കലാണ് സ്വർഗത്തിൻ്റെ രസം എന്ന് പറയുന്നത്. അപ്പോൾ അവനോട് ചോദിക്കൂടെ, എൻ്റെ പെണ്ണുങ്ങൾ ക്യാൻസർ ഉണ്ടായിട്ട് മരിച്ചത്. അതെ, ഓനത് ഓർമ്മ ഉണ്ടാവില്ല. അല്ലടെ ചങ്ങായി ഇടിയട്ടിങ്ങാണ്ടല്ലേ ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കും. ഓനത് പറയുമ്പോൾ ഇങ്ങനെ ചെറുങ്ങനൊരു ഓർമ്മ. എനിക്ക് എന്തെങ്കിലും വല്ല വിഷമം ഉണ്ടായിരുന്നോ ദുന്യാവെന്ന്? ഇല്ല, ഒരു വിഷമം ഉണ്ടായിട്ടില്ല എന്ന് പറയും. അതാ രസം. അതാണ് രസം എന്ന് പറഞ്ഞത്. രാവിലെ ഭക്ഷണം കഴിക്കും, വൈകുന്നേരം ഔദ്യോഗിക ഭക്ഷണം വീണ്ടും കൊണ്ടുവരും. വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ രുചി ഓർമ്മ ഉണ്ടാവില്ല. അതാ രസം. പിന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും കൊണ്ടുവരും. ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണത്തിൻ്റെ രുചി അവന് ഓർമ്മയിലുണ്ടായിരിക്കില്ല എന്നതാ രസം. ഓരോ പുതിയത് വരുമ്പോഴും പഴയത് മറന്നുകൊണ്ടേയിരിക്കുമെന്നതാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രസം എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗം നമുക്ക് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ പോലും മുഹമ്മദ് നബിയിൽ വിശ്വാസമുണ്ടായിരിക്കുക എന്നത് നിർബന്ധമാണ്. നരകം വിശ്വാസമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് നബിയിൽ വിശ്വാസമുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈമാനിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാണ്. യുക്തിവാദം, ലിബറലിസം, മതനിരാസം, സ്ത്രീപക്ഷപാതം തുടങ്ങി ഒരുപാട് വാദങ്ങൾ, വഹാബിസം തുടങ്ങിയ ഒരുപാട് വാദങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, മുഹമ്മദ് നബി നിസ്സാരമാവലാണ് കാരണം എന്ന്. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ളത് 2 സമയത്താണ്. ഒന്ന് റമദാൻ മാസത്തിലും ഒന്ന് റബീഉൽ അവ്വലിലും. 12 മാസമാണ് ഒരു കൊല്ലമുള്ളത്. ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്കറിയില്ല. ഇനി ഇവിടെ വ്യത്യാസം ഉണ്ടോയെന്നും അറിയില്ല. സാധാരണഗതിയിൽ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. ഈ 12 മാസത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുണ്ടാവാറുള്ളത് 2 മാസത്തിലാണ്. ഒന്ന് റബീഉൽ അവ്വലിലും ഒന്ന് റമദാൻ മാസത്തിലും. റമദാൻ മാസത്തിലെ ആൾക്കാർക്ക് തോനെ കൂലി കിട്ടുമല്ലോ. ഒന്നിന് 10, 20, 70, 70,000 ഒക്കെ കിട്ടുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ മുടക്കാൻ നോക്കുക. അതാണ് റമദാൻ മാസത്തിൽ. റബീഉൽ അവ്വൽ കണ്ട് ആവാൻ തുടങ്ങുമ്പോൾ ഒരു മുഹറം സഫറൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് തുടങ്ങും
മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു. ഇലക്ട്രിക് പോസ്റ്റ് മുഴുവൻ തൂക്കിയിട്ടുണ്ടാവും. നബിദിനം അനിസ്ലാമികമാകുന്നു. നബിദിനം എന്ന് പറഞ്ഞാൽ നുബുവത്ത് കിട്ടിയ ദിവസമല്ല, റിസാലത്ത് കിട്ടിയ ദിവസമല്ല, മുഹമ്മദിയത്ത് കിട്ടിയ ദിവസമാണ്. നുബുവത്ത് വേറെയാണ്, റിസാലത്ത് വേറെയാണ്, മുഹമ്മദിയത്ത് വേറെയാണ്. നുബുവത്തിനെ അംഗീകരിച്ചാൽ പോരാ, റിസാലത്തിനെ അംഗീകരിച്ചാൽ പോരാ, മുഹമ്മദിയത്തിനെ കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. അടുത്ത 5 കൊല്ലം കഴിഞ്ഞിട്ട് മത്സരിക്കാൻ വേണ്ടി ഈ 5 കൊല്ലം നുണ പറയാതെ നടന്നു നോക്കാൻ പറ്റും. പക്ഷെ 3-ാമത്തെ വയസ്സിലും 2-ാമത്തെ വയസ്സിലും 40-ാമത്തെ വയസ്സിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് 2-ാം വയസ്സിൽ നുണ അറിയാതിരിക്കാൻ കഴിയൂല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്നറിയില്ല എനിക്ക്. 5 കൊല്ലം കഴിഞ്ഞിട്ട് പഞ്ചായത്തേക്ക് മത്സരിക്കാണ്ട് വാർഡ്ക്ക്, അതിന് ഈ 5 കൊല്ലം നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ നടക്കാം കഴിയും. അതേ സമയത്ത് 40 കൊല്ലം കഴിഞ്ഞിട്ട് മത്സരിക്കാണ്ടെന്ന് കരുതിയിട്ട് 2-ാമത്തെയും 3-ാമത്തെയും വയസ്സിൽ നുണ അറിയാതിരിക്കാൻ കഴിയൂല. 2-ാം വയസ്സിലും മുഹമ്മദ് നബി കളവ് പറഞ്ഞിട്ടില്ല, 3-ാം വയസ്സിലും പറഞ്ഞിട്ടില്ല, 4-ാം വയസ്സിലും പറഞ്ഞിട്ടില്ല, അറിഞ്ഞും പറഞ്ഞിട്ടില്ല, അറിയാതെയും പറഞ്ഞിട്ടില്ല. മുഹമ്മദിയത്ത് വേറെ തന്നെയാണ്. നുബുവത്ത് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനമല്ല, റബീഉൽ അവ്വൽ 12 റസൂലിൻ്റെ ജന്മദിനമല്ല, റബീഉൽ അവ്വൽ 12 മുഹമ്മദിൻ്റെ ജന്മദിനമാണ്. 40 വയസ്സ് തികയുന്നതിന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്തേക്കാണ് പോകാം. അന്യ സംഗതി. മുഹമ്മദീയത്തിനെ വിശ്വസിക്കണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനം. എന്തുമോ തൊട്ട് കളിച്ചാലും തൊട്ട് കളിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തി ജമാഅത്തിൻ്റെ ആദർശം എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അമിതമായ താല്പര്യമാണ്. പറഞ്ഞ് നമ്മളെത്ര പറയുന്നറിയോ? നബി നിങ്ങൾ ഞങ്ങളെ അമ്മയും വാപ്പിയും കൂടിയാണ് എന്ന് പറയും. ഉമ്മാനോട് ഉമ്മ നിങ്ങൾ ഞങ്ങളെ അമ്മയാണെന്നേ പറയലുള്ളൂ. വാപ്പാനോട് നമ്മൾ പറയും വാപ്പ നിങ്ങളിൻ്റെ ഉപ്പയാണല്ലോ എന്ന് പറയും. വാപ്പാനോട് ഒരിക്കലും നമ്മൾ പറയില്ല നിങ്ങളിൻ്റെ അമ്മയും വാപ്പിയും കൂടിയാണെന്ന് പറയലില്ല. ഉമ്മാനോട് നിങ്ങളിൻ്റെ അമ്മയും വാപ്പിയും കൂടിയാണെന്ന് പറയലില്ല. നബിനോട് നമ്മൾ പറയും നബിയെ, പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഞങ്ങളെ അമ്മയും വാപ്പിയും കൂടിയാണ് എന്ന് പറയും. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വാപ്പ മക്കളെ അന്വേഷിക്കുന്നത് സിറാത്ത് പാലം കടന്നതിൻ്റെ ശേഷമായിരിക്കും. പാലം കടന്നാൽ അപ്പുറത്തെത്തിയ വാപ്പ ചോദിക്കും അല്ല എൻ്റെ മൂത്തോൻ എവിടെ? പാലം കടന്നാൽ ഉമ്മ ചോദിക്കും എൻ്റെ ചെറിയ കുട്ടി എവിടെ? മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നതും പാലം കടന്നതിൻ്റെ ശേഷമാണ്. മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കുന്നതും പാലം കടന്നതിൻ്റെ ശേഷമാണ്. പാലം കടക്കുന്നതിൻ്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ മാത്രമാണുള്ളത്. അതാണ് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. മഹ്ശറ ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലാണ്. ചുരുക്കി എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ച് കൂട്ടിയാൽ മഹ്ശർ 50,000 കൊല്ലം ഉണ്ടായിരിക്കും. അരമണിക്കൂർ നമ്മളോട് ഒരാളെ കാത്തുക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റൂല. ഇവിടെ നിൽക്ക്, ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാറ്. ഇന്ന് പിന്നെ ഞാനും അഷ്റഫും കൂടി ഒരു സ്ഥലത്ത് ചെന്നു. 15 മിനിറ്റ് കൊണ്ട് വരാറുണ്ട് അയാൾ. ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾ പിന്നെ ഇവിടെ ഉമ്മാനോട് പറഞ്ഞാണ്ട് പോയിക്കോളാറുണ്ട്. 15 മിനിറ്റ് നമുക്ക് ഒരാളെ കാത്തുക്കാൻ പറ്റില്ല, അരമണിക്കൂർ നമുക്ക് ഒരാളെ കാത്തുക്കാൻ പറ്റില്ല. അങ്ങനത്തെ നമ്മളെ കാത്തിട്ട് മുഹമ്മദ് നബി 50,000 കൊല്ലം സിറാത്ത് പാലത്തിൻ്റെ അടുത്ത് നിൽക്കും. ആർക്കാ കഴിയ? ഉമ്മക്ക് കഴിയൂല, ബാപ്പക്ക് കഴിയൂല. 50,000 കൊല്ലം നിൽക്കും. ഒരു ദിവസം ഒരു സഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മഹ്ശറയിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് കാണാൻ, ഇനി ഞാൻ എടുക്കാൻ വരേണ്ടത് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, സഹാബ ആ നന്മ തിന്മകൾ എഴുതിയ ഏട് വിതരണം ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ ഉണ്ടാവും ഞാൻ പറഞ്ഞു. അയാൾ ചോദിച്ചു, ആ സഹാബി ചോദിച്ചു, നബിയെ
അഥവാ അവിടുന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിൻ്റെ അടുക്കൽ വെച്ച് എന്നെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹാബി ചോദിച്ചു, നബിയെ അവിടുന്ന് കണ്ടില്ലെങ്കിൽ എവിടെ നോക്കാൻ? അപ്പോൾ പറഞ്ഞു, ഹൗലുൽ കൗസർ എന്ന പാനീയം മുക്കിക്കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹാബി പറഞ്ഞു, നബിയെ മാശറേ നിങ്ങളെ കാണാതിരിക്കാൻ പറ്റൂല നബിയെ, അതുകൊണ്ട് ഉറപ്പായിട്ടും കാണാം, ഇനി എവിടെ നോക്കണ്ടെന്ന് ചോദിച്ചോ. പറഞ്ഞു, സഹാബ സിറാത്ത് പാലത്തിൻ്റെ അടുക്കൽ വെച്ച് നിങ്ങൾ എന്നെ കാണാതെ പോകില്ല പറഞ്ഞു. ഓരോ മനുഷ്യനോട് കടക്കുമ്പോൾ അല്ലാഹുമ്മ സല്ലിം, പഠിച്ചവനെ ഓനാണ് കഴിച്ചിലേക്കാണ്. ഓരോ മനുഷ്യനും പോകുമ്പോൾ അല്ലാഹുമ്മ സല്ലിം സല്ലിം, പഠിച്ചവനെ ഓനാണ് കഴിച്ചിലാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി നിൽക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം.